ഗൈസ്, കൊല്ലത്തെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അമൃത +2 പാസ്സായതിൻ്റെ സന്തോഷത്തിൽ അങ്കിളും ആൻറ്റിയും കൂടി ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നെ അവർ ശരിക്കും ആ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ടാണ് കാണുന്നത്. എന്നെ ഇതുവരെ ഗസ്റ്റായിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൈജിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 8 മണിയായപ്പോഴേക്കും നമ്മളവിടെ മൈജിയിലെത്തി. അമൃതയ്ക്ക് ഇപ്പോൾ നമ്മൾ ചെറിയ ഫോണാണ് വാങ്ങുന്നത്, കാരണം ആൾക്കത് യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒപ്പോലും വിവോയിലും സാംസങ്ങിലൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അമൃതയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഒപ്പോ A5 Pro ആണ്. പിന്നെ ഞങ്ങളും പറഞ്ഞു അത് വാങ്ങിച്ചാൽ മതി, അത് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഫോണിലേക്ക് നോക്കാം. അപ്പോൾ ആ ഫോൺ അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടോ. അമൃത പുതിയ ഫോൺ കിട്ടാൻ പോകുകയല്ലേ? പിന്നെ ഒരു റൗണ്ടും കൂടി അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ മൈൻഡ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി. ഒപ്പം 27,000 രൂപയുടെ ഫോൺ കണ്ടപ്പോൾ അത് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം ക്യാമറയുടെ ക്വാളിറ്റിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ജസ്റ്റ് യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫോൺ വാങ്ങാം. എല്ലാവരും വിളിച്ചും ചോദിച്ചപ്പോൾ ഇത് നല്ല ഫോണാണെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് ഫിക്സ് ചെയ്തു. അങ്കിൾ ആൻറ്റിയും കൂടി പോയിട്ട് ബില്ലടച്ചിട്ടോ. ആൻറ്റി ചേട്ടൻ നമുക്ക് ഫോൺ കൊണ്ടുവന്നു. നമ്മുടെ ലൈഫിൽ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അതിപ്പോൾ എത്ര വിലയുടെ ആണെങ്കിൽ പോലും അത് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണല്ലേ. അത് ശരിക്കും അമൃതയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഫോൺ അൺബോക്സ് ചെയ്ത് കൈ കിട്ടിയതിൻ്റെ. പിന്നെ അത് താഴെ വെച്ചിട്ടില്ല കേട്ടോ, അതുപോലെ ആയിരുന്നു. അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 9:30-8 മണിക്ക് കയറിയതാണ്. ഈ ഫോൺ നോക്കാൻ തന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് അടിച്ചിരുന്നായിരുന്നു ഏത് വാങ്ങണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.